ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഇനി എന്നെ വധിക്കാനാവില്ല. പണ്ഡിറ്റ് ഭീംസെൻ ജോഷി. പണ്ഡിറ്റ് ഭീംസെൻ ജോഷി ആദ്യമായി ഭഗവാനെ ദർശിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞ പത്മവിഭൂഷൺ ഹിരാബായി ബരോസ്കറുടെ വസതിയിൽ വെച്ച്. പ്രഥമ ദർശനം തന്നെ ജോഷിയെ വല്ലാതെ സ്വാധീനിച്ചു. ഹീരാബായി വളരെ രസകരമായ രീതിയിലാണ് ഭീംസെൻ ജോഷിയെ ഭഗവാന് പരിചയപ്പെടുത്തി കൊടുത്തത്. സംഗീത പ്രേമത്താൽ ഉന്മത്തനായി കേവലം 12 വയസ്സുള്ളപ്പോൾ വീട് ഉപേക്ഷിച്ചിറങ്ങുക, ഉത്തമനായ ഗുരുനാഥനെ തേടി അലയുക, ആ അന്വേഷണം അബ്ദുൽ കരീം ഖാൻ എന്ന സംഗീതജ്ഞന്റെ ശിഷ്യൻ സവായ് ഗന്ധർവയുടെ മുന്നിലെത്തിച്ചു. അവിടെ സംഗീതോപാസന, ഗുരുവിന് അഭിമാനം ഉണ്ടാകും വിധം ആ സംഗീത ശാഖയിൽ വളർന്നു പന്തലിച്ചു. ഇതാണ് ഭീംസെൻ ജോഷിയുടെ സംഗീത ജീവിതം ചുരുക്കത്തിൽ. ഭീംസെന്നിനോട് പുരന്ദരദാസിന്റെ ഒരു കീർത്തനം പാടാൻ ഭഗവാൻ പറഞ്ഞു. പൊടുന്നനെയുള്ള ആവശ്യം സംഗീതജ്ഞനെ അങ്കലാപ്പിലാക്കി. അടുത്ത നിമിഷം ഭഗവാൻ ബാബ മധുരമായി ആ കീർത്തനം പാടാൻ തുടങ്ങി. ഭീംസെൻ ജോഷി അത് കേട്ട് സമാധി തുല്യമായ ആനന്ദത്തിലാണ്ടു. പാടിക്കഴിഞ്ഞ് ഭഗവാൻ സംഗീതജ്ഞനെ പത്തിയിലേക്ക് ക്ഷണിച്ചു. അതൊരു തുടക്കമായിരുന്നു. 50-ാം തിരുനാൾ ദിനം വൈകുന്നേരം ഭഗവത് സന്നിധിയിൽ ഇരുന്ന് പാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിറ്റേ ദിവസം പരിപാടി ഉള്ളതുകൊണ്ട് വൈകുന്നേരം പോകാനായിരുന്നു ഉദ്ദേശം. പക്ഷേ ഭഗവത് സന്നിധിയിലെ പരിപാടി വൈകുന്നേരമാണെന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം വൈകിട്ടുള്ള യാത്ര ഒഴിവാക്കി. സംഗീത പരിപാടി കഴിഞ്ഞപ്പോൾ ഭഗവാൻ നവരത്നങ്ങൾ പതിച്ച സ്വർണമാല സൃഷ്ടിച്ച് അദ്ദേഹത്തെ അണിയിച്ചു. എന്നിട്ട് അരുളി, ഇന്ന് വൈകുന്നേരം യാത്ര ചെയ്യാതിരുന്നത് നന്നായി. പുട്ടപർത്തിക്കപ്പുറം കനത്ത മഴയാണ്. റോഡ് മുഴുവൻ താറുമാറായിരിക്കുന്നു. നീ പോയിരുന്നെങ്കിൽ യാത്ര വളരെ ദുരിതമാകുമായിരുന്നു. രാവിലെ നടക്കേണ്ട തന്റെ സംഗീത പരിപാടി വൈകിട്ടാക്കിയതിലെ സായി കാരുണ്യമോർത്ത് ഭീംസെൻ ജോഷിയുടെ മിഴികൾ നിറഞ്ഞു. 3 ദിവസം കൂടി പത്തിയിൽ താമസിച്ച് ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകിയ അഭിമുഖവും അനുഭവിച്ച് അദ്ദേഹം യാത്രയായി. ഭഗവത് കൃപ ഏറെ അനുഭവിച്ച് ആസ്വദിച്ച് അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതവും കുടുംബജീവിതവും ഒരുപോലെ പുഷ്ടിപ്പെട്ടു. പക്ഷേ പ്രാരബ്ധം ഒടുക്കാനാണല്ലോ മനുഷ്യ ശരീരം ലഭിച്ചത്. പലരും അത് അറിയാതെ പുതിയ കർമ്മഫലങ്ങൾ വാരിക്കൂട്ടുന്നുവെന്ന് മാത്രം. ഭീംസെൻ ജോഷിക്ക് ഇടയ്ക്ക് തലവേദന വരുമായിരുന്നു. ആദ്യം അത്ര കാര്യമാക്കിയില്ല. ഒടുവിൽ വിശദ പരിശോധനയ്ക്ക് വിധേയനായി. ഞെട്ടിപ്പിക്കുന്ന രോഗനിർണയം ഉണ്ടായി. തലച്ചോറിൽ ട്യൂമർ വളരുന്നു. അത് എടുത്തു കളയണം, അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പൂനെയിലെ റൂബി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഭീംസെൻ ജോഷി ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിച്ചു. ശസ്ത്രക്രിയയുടെ ദിവസമായി. രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ നഴ്സുമാർ എത്തി. സംഗീതജ്ഞന് ഒരേ ഒരു പ്രാർത്ഥന മാത്രം, ഭഗവാനെ, അവിടുന്ന് എൻ്റെ ഒപ്പം ഉണ്ടെന്ന സത്യം എനിക്ക് ഉറപ്പാക്കാൻ ഒരടയാളം തരണമേ. അപ്പോഴേക്കും ഹീരാബായിയുടെ കൊച്ചുമകൻ നിഷികാന്ത് ആശുപത്രിയിലെത്തി. ഭഗവാൻ തന്നുവിട്ടതാണെന്ന് പറഞ്ഞ് ദിവ്യമായ വിഭൂതി അദ്ദേഹത്തിന് നൽകി. വിസ്മയിച്ചു പോയ സംഗീതജ്ഞനോടും കുടുംബത്തോടും നിഷികാന്ത് വിവരിച്ചു, ഞാൻ പ്രശാന്തി നിലയത്തിലായിരുന്നു. ഇന്നലെ ഭഗവാൻ എനിക്ക് കുറച്ച് വിഭൂതി സൃഷ്ടിച്ചു തന്നു. അതോടൊപ്പം സ്വാമി അരുളി, ഈ വിഭൂതി നിനക്കല്ല, ഇത് ഭീംസെന്നിനാണ്. വേഗം പൂനെയിലെത്തി അദ്ദേഹത്തിന് കൊടുക്കുക. പൂനെയിലെത്തി ഭീംസെൻ ജോഷിയെ കാണും വരെ ശസ്ത്രക്രിയയെ പറ്റിയോ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെക്കുറിച്ചോ ഒന്നും നിഷികാന്തിന് അറിയില്ലായിരുന്നു. വിഭൂതി സ്വീകരിച്ച് പ്രസന്നവദനായി ഭീംസെൻ ജോഷി തിയേറ്ററിലെത്തി. സർജന് കൗതുകം. വിഷമിച്ചിരുന്ന രോഗി ഇപ്പോൾ സന്തുഷ്ടൻ. സംഗീതജ്ഞൻ അതിന്റെ രഹസ്യം വെളിപ്പെടുത്തിയത് ഈ വാക്കുകളിലൂടെ, ഇനി നിങ്ങൾക്ക് എന്നെ വധിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ അനുഗ്രഹഹസ്തം തന്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴും ഉണ്ടെന്ന അറിവിനുപരി മറ്റെന്താണ് ഒരുവന് ലഭിക്കാനുള്ളത്? 2001 ജൂലൈ ഗുരുപൂർണിമാ ദിനം ഭീംസെൻ ജോഷി സായി സന്നിധിയിൽ പാടാനൊരുങ്ങി. അവതാരകൻ അദ്ദേഹത്തെ സദസ്സിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഇടപെട്ടു. ജോഷി ഭാരതരത്നം ലഭിച്ചയാളെന്ന് കൂടി പറയാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു. ഭീംസെൻ ജോഷി ഉൾപ്പെടെ പലരും അത് കേട്ട് ഞെട്ടി വിഷമിച്ചു. കാരണം തനിക്ക് ഭാരതരത്നം കിട്ടിയിട്ടില്ല. പക്ഷെ ഭഗവത് വാണി എങ്ങനെ അസത്യമാകും? 7-ാം വർഷം ആ വാക്കുകൾ സത്യമായി ഭവിച്ചു. ഭാരത സർക്കാർ അദ്ദേഹത്തെ ഏറ്റവും ഉന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ചു. ഭീംസെൻ ജോഷി ബഹുമതി ലഭിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഭഗവാൻ ബാബയുടെ ഇച്ഛയും അനുഗ്രഹവും മാത്രം. ഭഗവത് പ്രേമവും ശക്തിയും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് തിരിച്ചറിയണം. ചിന്നക്കഥ. ഭഗവാൻ ബാബ പ്രഭാഷണങ്ങളിൽ ധാരാളം ആശയഗാംഭീര്യമുള്ള കഥകൾ പറയാറുണ്ട്. ചിന്നക്കഥകൾ എന്ന് അവ പിന്നീട് അറിയപ്പെട്ടു. ഭാവം എനിക്ക് പ്രിയം.
കൃഷ്ണന് മധുരവുമായി കാത്തിരിക്കുകയാണ് ഒരു ഗോപി. മറ്റൊരു ഗോപി പുളിയൻ മാമ്പഴവും ഏന്തി നിൽക്കുന്നു. കണ്ണനെത്തി. മധുരം കഴിച്ചു. പിന്നീട് മാമ്പഴവും മാധുര്യത്തോടെ നുകർന്നു. കണ്ണന്റെ കളിക്കൂട്ടുകാരന് കൊതിയൂറി. കണ്ണൻ മാമ്പഴം പൂളി കൊടുത്തു. അത് വായിൽ വെച്ച ഉടൻ സഖാവ് ചുണ്ടുകൊട്ടിക്കൊണ്ട് തിരക്കി, കണ്ണ, കണ്ണൻ എങ്ങനെ ഈ പുളിയൻ മാമ്പഴം ഇത്ര സന്തോഷത്തോടെ കഴിക്കുന്നു? ഞാൻ മാമ്പഴമല്ല, അത് നൽകിയതിലെ മനോഭാവമാണ് നുകരാറ്. രസമൂറുന്നത് ഭാവത്തിൽ നിന്നാണ്. ഈശ്വരൻ ഭാവപ്രിയനാകുന്നു. ഈശ്വരൻ ഭാവപ്രിയനാകുന്നു. ഓം തത് സത്.